സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് മന്ത്രി പി പ്രസാദ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മന്ത്രി പി പ്രസാദ്, ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ, നേതാക്കൾ, MP മാർ, MLA മാർ ഒക്കെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ ഭൗതിക ശരീരം കൃഷിമന്ത്രി പി പ്രസാദും ഒപ്പം തന്നെ കളക്ടർ NS ക്യൂബേഷും ചേർന്നാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊച്ചിയിലെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ മോർച്ചറിയിൽ സൂക്ഷിച്ച ശേഷം വെള്ളിയാഴ്ചയാണ് മറ്റ് ചടങ്ങുകൾ ഉണ്ടാവുക. വെള്ളിയാഴ്ച രാവിലെ പൊതുദർശനം ഉണ്ടാകും. ചങ്ങമ്പുഴ പാർക്കിൽ വെച്ചായിരിക്കും പൊതുദർശനം. രാവിലെ 7 മണി മുതൽ 9 മണി വരെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. 9:30 ഇടപ്പള്ളിയിലെ മങ്ങാട്ട് റോഡിലെ വീട്ടിലെത്തിക്കും. അവിടുത്തെ ചടങ്ങുകൾക്ക് ശേഷം 11:30 മണിയോടെ ഇടപ്പള്ളി ചെങ്ങമ്പുഴ ശ്മശാനത്തിലായിരിക്കും സംസ്കാരം ഉണ്ടാവുക. അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ വിമാനത്താവളത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഒപ്പമുണ്ടായിരുന്നു. ഈ അദ്ദേഹത്തിന് ഒപ്പം അവധി ആഘോഷിക്കുന്നതിന് വേണ്ടി പോരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒപ്പം തന്നെ മകളുടെ ഇരട്ട കുട്ടികളുമായിരുന്നു. മകൾ ഈ അദ്ദേഹത്തിൻ്റെ ഉള്ള കൊലപ്പെടുത്തൽ നേരിട്ട് കണ്ടതാണ്. അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് മകളാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ സമയം ഈ പഹൽഗാമിലേക്ക് പോകുന്ന സമയം ഒപ്പം ഉണ്ടായിരുന്നില്ല. അവർ ഹോട്ടലിൽ തന്നെ തങ്ങുകയായിരുന്നു. അന്ന് ട്രക്കിങ്ങിനായിട്ടാണ് അദ്ദേഹവും മകളും കൊച്ചുമക്കളും പോയിരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ശാരീരിക പ്രശ്നങ്ങൾ കാരണം ഭാര്യ പോയിരുന്നില്ല. അവർ ഹോട്ടലിൽ തന്നെ തങ്ങുകയായിരുന്നു. അവിടെ വെച്ചാണ് ഇത്ര അതിദാരുണമായ ഈ സംഭവം ഉണ്ടായത്. അവിടെ നിന്നും രക്ഷപ്പെട്ട മകൾ പോന്നു. ഒപ്പം തന്നെ കൊച്ചുമക്കളും ഒപ്പം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോവുക. അദ്ദേഹത്തിൻ്റെ സഹോദരനടക്കം, വിദേശത്തുള്ള സഹോദരനടക്കം എത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക. അതുകൊണ്ട് വെള്ളിയാഴ്ചത്തേക്കാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറത്തുള്ള പൊതുദർശനം ഒപ്പം തന്നെ മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ ഏകദേശം അവസാനിക്കുകയാണ്. ഇവിടെ നിന്നും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി ആളുകൾ എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഭീകരവാദത്തിനെതിരെ ഉള്ള മുദ്രാവാക്യങ്ങളാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ള അംഗങ്ങൾ, നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം രാമചന്ദ്രൻ്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഭീകരവാദത്തിനെതിരെയുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനുള്ള അന്തിമോപചാരം ഇവിടെ ആളുകൾ അർപ്പിക്കുന്നത്. ഇവിടുത്തെ ചടങ്ങുകൾ ഏകദേശം അവസാനിക്കുകയാണ്. ഇവിടെ നിന്നും നേരെ കൊണ്ടുപോകുന്നത് മോർച്ചറിയിലേക്കായിരിക്കും. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സൂക്ഷിക്കുക. വെള്ളിയാഴ്ച മറ്റ് ചടങ്ങുകൾ ഉണ്ടാകും. പൊതുദർശനം അടക്കമുള്ള ചടങ്ങുകൾ വെള്ളിയാഴ്ച ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച 11 മണിയോടുകൂടി ഇടപ്പള്ളി ചങ്ങമ്പുഴ ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. രാഷ്ട്രീയ രംഗത്തടക്കം പ്രവർത്തിച്ചിരുന്ന വ്യക്തി കൂടിയാണ് N. രാമചന്ദ്രൻ. അദ്ദേഹം ബിസിനസ്സുകാരനായിരുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആൾ കൂടിയാണ്. അങ്ങനെ നിരവധി ആളുകളുമായിട്ട് വ്യക്തിബന്ധങ്ങളുള്ള ആളാണ്. പ്രത്യേകിച്ച് കൊച്ചിയിലെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ അറിയപ്പെടുന്ന ആളുകളുമായിട്ടും ഒപ്പം ജനങ്ങളുമായിട്ടൊക്കെ വലിയ അടുപ്പമുണ്ടായിരുന്ന ആളാണ്. അത്തരത്തിൽ വലിയ അടുപ്പമുണ്ടായിരുന്ന ആൾ കൂടിയാണ്. എന്തായാലും ഈ ഉണ്ടായിരിക്കുന്ന രാജ്യത്തിന് സംഭവിച്ചിരിക്കുന്ന ഈ വലിയ വിപത്ത് അതിൽ കേരളത്തിൽ കൂടിയുള്ള ഒരാൾ ഉണ്ടാകുന്നു. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഭീകരവാദത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ആളുകൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഇവിടെ നിന്നും നേരെ ആംബുലൻസിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നേരെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോവുക.
സർക്കാരിന് വേണ്ടിയും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി പി പ്രസാദാണ് പുഷ്പചക്രം അർപ്പിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ നേരിട്ടെത്തി പുഷ്പചക്രം അർപ്പിച്ചിട്ടുണ്ട്. NSK ഉമേഷ് ജില്ലാ കളക്ടർ അദ്ദേഹം ഇവിടെയുണ്ട്. MP മാരുണ്ട്, MLA മാരുണ്ട്, ഹൈബി ഈഡൻ, ബെന്നി ബെഹനാൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം വൈകിട്ട് 5-6 മണിയോടുകൂടി തന്നെ പൂർത്തിയായിരുന്നു. നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് 8 മണിക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ എത്തിയത്. അവിടെ ഉണ്ടായിരുന്ന, അതായത് വിമാനത്താവളത്തിലുള്ള മറ്റ് ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തീകരിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. മന്ത്രി പി പ്രസാദ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BJP ദേശീയ സെക്രട്ടറി അരവിന്ദ് മേനോൻ, ഹൈബി ഈഡൻ, ബെന്നി ബെഹനാൻ, ജില്ലാ കളക്ടർ NSK ഉമേഷ്, എൽദോസ് കുന്നപ്പള്ളി തുടങ്ങിയ ആളുകളാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ N രാമചന്ദ്രൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ. ഒപ്പം തന്നെ പാർട്ടിയിലെ മറ്റ് നേതാക്കളും പ്രവർത്തകരും, വിവിധ പാർട്ടിയിലെ പ്രവർത്തകരും നേതാക്കളും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുദ്രാവാക്യങ്ങളോടും വിളികളോടും ഒപ്പം തന്നെ പുഷ്പചക്രം അർപ്പിച്ചും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുകയും അദ്ദേഹത്തോടുള്ള ആദരവ് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും നേരെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. വെള്ളിയാഴ്ചയാണ് സംസ്കാര ചടങ്ങുകൾ. വലിയ രീതിയിലുള്ള ഒരു ദുരന്തം, അത് രാജ്യത്തെ ആകെ ബാധിച്ചിരിക്കുന്ന ഒരു ദുരന്തം. N രാമചന്ദ്രൻ മകളോടൊപ്പം ട്രക്കിങ്ങിനായിട്ടാണ് പഹൽഗാമിലേക്ക് എത്തിയിരുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നതിനിടയിലാണ്, അത്തരം അവധി ആഘോഷിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു വിപത്ത് ഉണ്ടായിരിക്കുന്നത്. ഇടപ്പള്ളി മങ്ങാട്ട് റോഡിൽ നീരാഞ്ജനമാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഈ അദ്ദേഹത്തിൻ്റെ വിയോഗം ആദ്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീല അറിഞ്ഞിരുന്നില്ല. ഒപ്പം തന്നെ അവർ അന്ന് അദ്ദേഹത്തിനോടൊപ്പം ഈ ട്രക്കിങ്ങിൽ ഉണ്ടായിരുന്നില്ല. മകൾ ആരതിയാണ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത്. മകൾ ആരതിയുടെ മുന്നിൽ വെച്ചാണ് ഭീകരർ രാമചന്ദ്രന് നേരെ വെടിയുതിർത്തത്. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു കാര്യം. മരണം സ്ഥിരീകരിച്ച ശേഷം ആരതി അമ്മയെയും കുഞ്ഞുങ്ങളെയും ഉള്ള ഈ ഹോട്ടലിലേക്ക് എത്തുകയും ഒപ്പം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ആശുപത്രിയിൽ എത്തുകയുമായിരുന്നു ചെയ്തിരുന്നത്. എയർ ഇന്ത്യ വിമാനത്തിൽ 8 മണിയോടുകൂടിയാണ് N രാമചന്ദ്രൻ്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ റിട്ടയർഡ് അധ്യാപിക കൂടിയാണ്. ഭാര്യ ഷീല, അവർ റിട്ടയർഡ് അധ്യാപികയാണ്. ആരതിയും ഇരട്ടകളായ 2 മക്കളും അടങ്ങുന്ന സംഘമാണ് ഇവർ കാശ്മീരിലേക്ക് പുറപ്പെട്ടത്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഉള്ള അതിദാരുണമായ സംഭവം, അവിടെ നിന്ന് വരുമ്പോൾ ഇത്രയും അതിദാരുണമായ സംഭവത്തിൻ്റെ ഇരകളായിട്ടാണ് ആ സംഘം മടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ജന്മനാട് ഏറ്റുവാങ്ങിയിരിക്കുകയാണ്.